എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ചക്കയുടെയാണ്. അപ്പോൾ ഇഷ്ടം പോലെ ചക്ക കിട്ടുന്ന സീസണാണ്. അപ്പോൾ എനിക്കും കുറച്ച് ചക്ക കിട്ടി. അപ്പോൾ ഞാൻ ചക്കയുടെയാണ് കേട്ടോ ഇന്ന് നമ്മുടെ താരം. അപ്പോൾ കുറച്ച് നല്ല പഴുത്ത ചക്കയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 10-20 ചുള എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ഏലയ്ക്ക അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ല പോലെ അരച്ചെടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. അരമുറി തേങ്ങയാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ചുകൂടി തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എത്രത്തോളം നാളികേരം ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ചക്കടയ്ക്ക്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയോ ഗോതമ്പൊടിയോ അല്ല കേട്ടോ, റവയാണ്. അപ്പോൾ വറുത്തതോ വറുക്കാത്തതോ എടുക്കാം. അപ്പോൾ 1 കപ്പ് ആദ്യം തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ശർക്കര ഉരുക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഒരു 200 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ചക്കപ്പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് അത്രയും ചേർത്താൽ മതി. പിന്നെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി പൊടിയുടെ ആവശ്യമുണ്ട് കേട്ടോ, റവയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് റവയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ ടോട്ടൽ ഒരു 1.5 കപ്പ് റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് പഞ്ചസാര, ഒരു നുള്ളു ഉപ്പ്, പിന്നെ കുറച്ച് കാഷ്നട്ടും മുന്തിരിയും, ഒരല്പം നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ചു വെക്കണം. റവ ആയതുകൊണ്ട് തന്നെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ വാഴയിലയിൽ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വാഴയില ഇതുപോലെ കീറി വെച്ചിട്ടുണ്ട്. കുറച്ച് മാത്രം മാവ് എടുത്ത് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് മടക്കി കൊടുക്കാം. അത് ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് മടക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേ രീതിയിലാണ് മടക്കിയെടുക്കുന്നത്. നാട്ടിൽ പിന്നെ വഴനില പോലെയുള്ള ഇലകളൊക്കെ കിട്ടുമല്ലോ, ചക്കട ഉണ്ടാക്കാൻ നല്ല ബെസ്റ്റാണ്. അപ്പോൾ എനിക്കിവിടെ വാഴയിലയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ ഇതെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 1.5 കപ്പ് റവയ്ക്ക് ഒരു 10 അടയോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ മടക്കി ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നും വെച്ച് കൊടുക്കാം. ഒരു 3 എണ്ണം വെച്ചെടുത്തിട്ട് നടുക്കേ കൂടി ഇതിൻ്റെ ഒരു നാര് പോയിട്ടുണ്ടല്ലോ, അത് വെട്ടിയെടുത്തിട്ട് ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിലേക്കുള്ളതും ആവിയേറി വേകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്തത്. അപ്പോൾ എല്ലാം ഇതുപോലെ വെച്ചെടുത്തിട്ട് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ടൊരു 10-15 മിനിറ്റ് മതി കേട്ടോ നമുക്കിതൊന്ന് ആവിയേറി വെന്ത് വരാനായിട്ട്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ തുറന്ന് നോക്കി നമ്മുടെ അടയൊക്കെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളി ടേസ്റ്റാണ്. എന്നാൽ ശരി, നല്ലൊരു വീഡിയോ ആയിട്ട് പോയിട്ട് വരാം.